ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കേക്കാണ്. അപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി 23-ന്. അപ്പോൾ അന്ന് ഞാൻ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡെക്കറേഷൻ പാർട്ടും ഐസിങ്ങും ഒക്കെ കുറച്ച് ഫോണ്ടൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ അതിനുള്ള സ്പഞ്ച് കേക്ക് തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 8 മുട്ടയുടെ മെഷർമെൻറ്റിലാണ്. ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 പാനിലും ഒന്നിച്ചിട്ട് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ്. 3 പാനിലും, അതായത് 9 ഇഞ്ച് പാനും വലിയത്, പിന്നെ 2 6 ഇഞ്ചിൻ്റെ പാനിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഐസിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഡിലൈറ്റിൻ്റെ ക്രീമാണ് ഈ ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉള്ളിൽ നമ്മൾ ഐസിങ് ചെയ്യാനായിട്ട് ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ക്രീം ഒന്ന് നല്ലപോലെ സ്റ്റിഫായതിന് ശേഷം നമുക്കിതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് മെൽറ്റ് ചെയ്തതാണിത്. അത് ഞാൻ വിപ്പിംഗ് ക്രീം കുറച്ചൊരു പാത്രത്തിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ എത്ര ഫ്ലേവർ വേണോ അത്രയ്ക്ക് നമുക്കിതുപോലെ ക്രീം ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്തെടുത്തു. 3 ലെയറായിട്ട് 9 ഇഞ്ചിൻ്റെ കേക്ക്, പിന്നെ 6 ഇഞ്ചിൻ്റെ 2 പാനിലുള്ളതും 2 അങ്ങനെ 4 ലെയറായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 9 ഇഞ്ചിൻ്റെ പാനിൽ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ മുകളിലത്തെ ലെയറാണ് വെച്ച് കൊടുത്തത്. അതിന് ശേഷം ഇതിൽ നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ക്രീം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് ഉണ്ട് പുതുതായിട്ട് കേക്ക് പഠിക്കാനായിട്ട് ഇറങ്ങിയവർ. അവർക്കൊക്കെ നമ്മളിതൊന്നും കാണിക്കാതെ ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇതുപോലെ ഫാസ്റ്റിലാക്കിയിട്ടെങ്കിലും കാണിച്ചു തരുന്നത്. അപ്പോൾ ബോറടിക്കുന്നവരാണെങ്കിൽ നിങ്ങളിതൊന്നൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെക്കറേഷൻ പാർട്ട്, അതായത് ഫോണ്ടൻ വർക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ അങ്ങനെ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളും കുറ്റങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഞാനിത് കുറച്ച് ചോക്ലേറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ലെയറും തമ്മിൽ നല്ലപോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് വിട്ടിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു. നേരത്തെ ചെയ്ത പോലെ ഷുഗർ സിറപ്പ്, നമ്മുടെ ക്രീം, പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് 3 ലെയറും സെറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ക്രീമും കൂടി വെച്ചിട്ട് സൈഡ്സിലൊക്കെ വെച്ച് നല്ലപോലെ ചെയ്യുന്നില്ല, ഫിനിഷിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് പോലെ രീതിയിൽ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇനി സെക്കൻഡായിട്ട് നമ്മുടെ 6 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തതുണ്ടല്ലോ, അപ്പോൾ അതിലും ഷുഗർ സിറപ്പ് ഒഴിച്ച് നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം നമ്മൾ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് സെറ്റായതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു ഡിസൈൻ എല്ലാം ആദ്യം ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഫോണ്ടൻ വർക്കൊക്കെ മുന്നേ ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിത് പുറത്ത് കൊടുക്കുന്നതൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫോണ്ടൻ വർക്ക് ചെയ്തിട്ട് കേക്കിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഫോണ്ടൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ തലേദിവസമൊക്കെ ചെയ്തിട്ട് ഫോണ്ടൻ വർക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് കേക്കിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ കേക്കാണ് ആദ്യം റെഡിയാക്കി എടുത്തത്. അതിന് ശേഷമാണ് ഫോണ്ടൻറ്റിൻ്റെ ടൈയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം, ഞാൻ അടുത്തതായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ബീറ്റ് ചെയ്തെടുത്തതാണ് സെപ്പറേറ്റ് ആയിട്ട്. കാരണം കേക്കൊക്കെ ഒന്ന് തണുത്തതിന് ശേഷമാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. കുറച്ച് തിരക്കിൽ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് ഫിനിഷിങ്ങൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പെട്ടെന്നുള്ള ഒരു പരിപാടി ആയതുകൊണ്ട്. അപ്പോൾ ഫങ്ഷനൊന്നും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരുപാട് നാളായാലും വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് ഈ ഒരു തീമിലുള്ള കേക്ക് ചെയ്തു എന്നേ ഉള്ളൂ.
പിന്നെ ഞാനിവിടെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഫോണ്ടൻറ്റിൽ കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അല്ലാതെ ഇങ്ങനെ കളറായിട്ട് വാങ്ങിച്ചിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫോണ്ടൻറ്റിൽ ഇതുപോലെ റെഡ് കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ടൈലോസ് പൗഡർ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഹാർഡായിട്ട് തന്നെ കിട്ടും. ടൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിങ്ങനെ നല്ല സ്റ്റിഫായിട്ട് കിടന്നാലാണ് നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുക. അതുകൊണ്ട് കുറച്ച് ടൈലോസ് പൗഡർ കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ വെച്ചിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈ ഉണ്ടാക്കാൻ നമുക്ക് ഫസ്റ്റ് ടൈം കുറച്ചൊരു ബുദ്ധിമുട്ടായി. ആ ഒരു കറക്റ്റ് നമുക്കൊരു മെഷർമെൻറ്റ് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിലേക്ക് ഇങ്ങനെ മടക്കി നോക്കുക. നമുക്ക് എത്രയാണോ ഇതിൻ്റെ സൈസ് വേണ്ടത് ടൈയുടെ, അതിനനുസരിച്ചിട്ട് മടക്കി വെക്കുക. പിന്നെ ഞാനൊരു ചെറിയൊരു പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഞാൻ ഇപ്പോൾ ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്, ഇതുപോലെ റോൾ ചെയ്തിട്ട് ഇതുപോലെ സൈഡിലങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം കുറച്ചൊന്ന് ഇങ്ങനെ പൊങ്ങിക്കിടക്കുമല്ലോ, ആ ഒരു രീതിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് സെൻറ്ററിലായിട്ട് വരുന്ന ഈ ഒരു പോർഷന് കുറച്ചൊന്ന് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇങ്ങനെ നമ്മുടെ ആ ഒരു ടൈയുടെ ഞെറിയൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു ഈ ഒരു തീമിലുള്ള കേക്ക് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം തന്നെയാണ് ഈ ഒരു കേക്ക്, ഇതുപോലുള്ളൊരു കേക്ക് ചെയ്തിട്ടുള്ളതും. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈവച്ച് നല്ല പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒട്ടിയിരുന്നോളും. അല്ലെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്നങ്ങ് ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് അത് നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു സെൻട്രലായിട്ട് ചെറിയൊരു ഇത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള ഫോണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചുകൂടി ഒന്ന് നൈസായിട്ട് പരത്തിയിട്ട് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പീസ് എടുത്തിട്ട് സെൻറ്ററിലായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട്, നമുക്ക് ഫോണ്ടൻറ്റിൻ്റെ ഗമ്മ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതുപോലുള്ള നമുക്കിത് ഫോണ്ടൻറ്റിൻ്റെ ഗമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതവിടെ ഒട്ടിയിരുന്നോളും. അപ്പോൾ നിങ്ങൾ തലേദിവസം തന്നെ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിത് പെട്ടെന്ന് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കേക്കിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് നല്ല ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതവിടെ ബാക്കി വരുന്ന ഭാഗം ഒന്നും കട്ട് ചെയ്തിട്ട് വെള്ളം വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ടൈ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് ബട്ടൺസ് ഉണ്ടാക്കിയെടുക്കണം. ഒരു 5 ബട്ടൺസ് എങ്കിലും വേണം. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് ബ്ലൂ കളറ്, നേവി ബ്ലൂ ഒരൽപ്പം ചേർത്തിട്ടുള്ള ഫോണ്ടൻ്റാണിത്. അപ്പോൾ അതൊന്ന് ഒരുപാട് തിന്നാക്കണ്ട, കുറച്ചൊന്ന് കട്ടിക്ക് തന്നെ പരത്തിയെടുത്തു. പിന്നെ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇതുപോലെ റൗണ്ടിലുള്ള കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നോസിലിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ചെയ്യാം. പിന്നെ ഈ ഒരു ഫോണ്ടൻ ടൂൾ വെച്ചിട്ട് ബട്ടൺസ് ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതുപോലത്തെ സാധനം വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടൂൾ വെച്ചിട്ട് ബട്ടൺസിൻ്റെ നടുവിലുണ്ടാവുമല്ലോ നമ്മൾ ഹോൾസ്, അപ്പോൾ അതുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ബട്ടൺസ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബട്ടൺസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ടൈൻ്റെ 2 സൈഡിലായിട്ട് ബെൽറ്റ് പോലെ വരുന്നുണ്ടല്ലോ, ആ ഒരു പോർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഡാർക്ക് ബ്ലൂ ആണ്, അതായത് നേവി ബ്ലൂ കളർ ചേർത്തിട്ടുള്ള ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫോണ്ടൻറ്റ് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതിന് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഏകദേശം ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നമുക്ക് കേക്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി തിന്നാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും ഒരേ മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്യുക. അതായത് ഒരേ തിക്നെസ്സിൽ ഒരേ വീതിയിലും നമ്മൾ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ബട്ടൺസിന് ഹോൾട്ടല്ലോ, ആ ഒരു സെയിം ടൂൾ വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭംഗി പോലെ കിട്ടും.
അപ്പോൾ കേക്ക് 2 കേക്കും ഒന്ന് മുകളിലായിട്ട് 2 ടയറായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ടൂത്ത് പിക്കും സ്ക്വയറൊന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ സെൻട്രലായിട്ട് ചെറിയൊരു വൈറ്റ് കളറിലുള്ള ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഫോണ്ടൻറ്റിൻ്റെ, അത് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ടൈ അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ടൈ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടൂത്ത് പിക്ക് ടൈൻ്റെ സെൻറ്ററിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ വെച്ചിരിക്കുന്ന ഫോണ്ടൻറ്റിലേക്ക് ഒന്ന് കുത്തിയിട്ട് അത് കറക്റ്റ് അവിടെ നിന്നോളും. അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം തടവിയതിന് ശേഷം വെച്ച് കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് അവിടെ ഒട്ടിക്കിടന്നോളും ആ ഒരു ഫോണ്ടൻറ്റിൽ. അല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമിലും അതവിടെ ഒട്ടിക്കിടന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു ഭാഗം കൂടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് നോക്കിയിട്ട് ബാക്കി ഭാഗം ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കോൺ ഷേപ്പിൽ കട്ട് ചെയ്താൽ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെയുള്ള ഒരു ഡോട്ട് കൊടുത്തല്ലോ, അതുകൂടി ഈ ഒരു അവസാന ഭാഗത്ത് കൂടി കൊടുക്കാം. അതുപോലെ തന്നെ സെയിം നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്, കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. ഇതുപോലൊക്കെ കേക്ക് കുട്ടികൾക്കും നല്ലൊരു വെറൈറ്റി തന്നെയായിരിക്കും നമ്മൾ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എനിക്ക് ടൈ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായി തോന്നി, പക്ഷേ അതിൻ്റെ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് കാര്യങ്ങളും മനസ്സിലായപ്പോൾ അത് വളരെ സിമ്പിളായിട്ടും തോന്നി. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തുകൊണ്ട് തന്നെ കുറച്ചൊരു നീറ്റ്നെസ്സിൻ്റെ കുറവുണ്ട്. എൻ്റെ മുന്നത്തെ കേക്ക്സൊക്കെ കാണുന്നവർക്കറിയാം കുറച്ചുകൂടി നീറ്റായിട്ടൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷേ ഇതൊന്ന് പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. അതുപോലെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്, അതുകൊണ്ട് തന്നെ അധികം നേരം ഇതിന് സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ബട്ടൺസ് കൂടി ഇതിൻ്റെ സെൻട്രലായിട്ടും അതുപോലെ സൈഡ്സിലും വെച്ച് കൊടുത്തു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സ്റ്റിക്ക് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ മക്കൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല സന്തോഷമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്